ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു LLC അക്കാഡമി. ഇപ്പോൾ 2024 ഫസ്റ്റത്തെ നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളൊരു പോസ്റ്റാണ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ PSC പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസുമായിട്ട് വിളിച്ചിട്ടുള്ള കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് നല്ല രീതിയിൽ തന്നെ വേക്കൻസീസ് വരാൻ സാധ്യതയുള്ള എക്സാമാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പായിട്ട് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ വഴി ഒരു സ്റ്റഡി ഗ്രൂപ്പ്, കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ പരസ്പരം മെറ്റീരിയൽസ് ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പരസ്പരം ക്ലാസ്സുകൾ എടുത്തിട്ടും മെറ്റീരിയൽസും ഷെയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണിച്ചുള്ള നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. കാറ്റഗറി നമ്പർ വരുന്നത് 640/2023 PSCയുടെ തുളസി സൈറ്റിൽ നമ്മുടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും ഈ ഒരു പോസ്റ്റിലേക്ക്. അപ്പോൾ 640/2023 ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കറിയാം കോർപ്പറേഷൻ സഹകരണ വകുപ്പിലേക്കാണ്. പോസ്റ്റിൻ്റെ പേര് ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. സ്കെയിൽ ഓഫ് പേ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. 39,300 to 83,000 ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നോട്ടിഫിക്കേഷനിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. പക്ഷേ നല്ല രീതിയിൽ 3 വർഷം ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു 160+ വേക്കൻസീസ് നോർമലി തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസ്റ്റാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് നടക്കുന്നത്. ഏജ് ലിമിറ്റ് അയക്കാൻ പറ്റുക 18 മുതൽ 37 വരെ വയസ്സുള്ള ആളുകൾക്കാണ്. അതുപോലെ തന്നെ എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പം OBC അതുപോലെ തന്നെ മറ്റുള്ള കാറ്റഗറീസിനും കാര്യങ്ങൾക്കൊക്കെ നിയമാനുസൃതമായിട്ടുള്ള ഏജ് ലിമിറ്റിൻ്റെ എക്സംഷൻസ് ലഭിക്കുന്നതാണ്. ഇനി ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ BCom ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കോപ്പറേഷൻ ആസ് എ സ്പെഷ്യൽ സബ്ജക്റ്റ്, കോപ്പറേഷൻ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ടുള്ള BCom ഡിഗ്രി, അല്ലെങ്കിൽ എന്താണ് എനി ഡിഗ്രി ഫ്രം UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസ് ഓർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് HDC ആൻഡ് എന്താണ് ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദി സബോർഡിനേറ്റ് പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് കണ്ടക്റ്റഡ് ബൈ ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ അവാർഡഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കേരള, അല്ലെങ്കിൽ എന്താണ് BSc കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ഓർ എന്താണ് ഡിപ്ലോമ ഇൻ റൂറൽ സർവീസസ് വിത്ത് കോപ്പറേഷൻ ആസ് എ സ്പെഷ്യൽ സബ്ജക്റ്റ്, അല്ലെങ്കിൽ എന്താണ് കോപ്പറേഷൻ ഡിഗ്രി അവാർഡഡ് ബൈ ദി ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ എന്താണ് ഡീംഡ് യൂണിവേഴ്സിറ്റി. ഇതാണ് മെയിനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഓർക്കുക, BCom ഡിഗ്രി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോപ്പറേഷൻ ഒരു സബ്ജക്റ്റ് ആക്കി വെച്ചുകൊണ്ട് സ്പെഷ്യൽ സബ്ജക്റ്റ് ആക്കി വെച്ചുകൊണ്ടുള്ള BCom ഡിഗ്രി. ഇനി ഡിഗ്രി വേറെ ഏതെങ്കിലും ആണെങ്കിൽ ഡിഗ്രി പ്ലസ് എന്താണ് HDC അല്ലെങ്കിൽ HDMO ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് കണ്ടക്ട് ബൈ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള എന്താണ് സബോർഡിനേറ്റ് പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് ചെയ്ത ആളുകൾക്കും അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ അവാർഡ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അവാർഡ് ചെയ്തിട്ടുള്ള ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ആവുന്നതാണ്. ഇനി BSc കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തത് നമുക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ എന്താണ് ഡിപ്ലോമ ഇൻ റൂറൽ സർവീസസ് വിത്ത് കോപ്പറേഷൻ ആസ് സ്പെഷ്യൽ സബ്ജക്റ്റ്, അപ്പോൾ കോപ്പറേഷൻ സ്പെഷ്യൽ സബ്ജക്റ്റ് ആക്കി എടുത്തുകൊണ്ടുള്ള ഡിപ്ലോമ ഇൻ റൂറൽ സർവീസസ് വിത്ത് കോപ്പറേഷൻ അവാർഡഡ് ബൈ നാഷണൽ കൗൺസിൽ ഫോർ റൂറൽ ഹയർ എഡ്യൂക്കേഷൻ, നാഷണൽ കൗൺസിൽ ഫോർ റൂറൽ ഹയർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ഡിഗ്രി ഉണ്ടെങ്കിൽ ചെയ്യാം. ഇനി കോപ്പറേഷൻ ഡിഗ്രി ബാച്ചിലർ ഓഫ് കോപ്പറേഷൻ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോപ്പറേഷൻ ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓർക്കേണ്ട വേറൊരു കാര്യമാണ്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡേറ്റ് എങ്ങനെയാണ്, ഏതാണ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം പ്രൊഫൈലിൽ അവൈലബിൾ ആണ്, നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. നമുക്ക് 1 ടൈം പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ആവുന്നതാണ്. ഈ മാസം അവസാനം 31-ാം തീയതി വരെയാണ് ലാസ്റ്റ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പം ജനുവരി 31 midnight 12 വരെയാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക, എന്നിട്ട് എക്സാമിന് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നല്ല രീതിയിൽ എക്സാമിന് പഠിച്ചു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ വരുന്ന എക്സാമാണ്. ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ വർഷം സെപ്റ്റംബർ, നവംബർ
മാസങ്ങൾ ആ ഒരു ഡ്യൂറേഷനിലാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ആനുവൽ കലണ്ടർ പ്രകാരം എക്സാം ഡേറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ സെപ്റ്റംബർ ടു നവംബറിൽ വരുന്ന ഏതെങ്കിലും ഒരു ടൈമിൽ എക്സാം നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എക്സാമിന് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ കഴിഞ്ഞ തവണത്തെ സിലബസ് നമ്മൾ ഓൾറെഡി ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും നോക്കുക, സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുക, ഈ സിലബസ് വെച്ച് പഠിക്കുക. അപ്പം എക്സാമിന് തൊട്ട് 2-2.5 മാസം മുമ്പായിട്ട് പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള സിലബസ് വരുന്നതാണ്. അപ്പം ആ സമയത്ത് ഫസ്റ്റ് മുതലേ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ LLC അക്കാഡമിയുടെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ടുള്ള കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് നമ്മൾ ടെലഗ്രാം ചാനൽ ആരംഭിക്കുന്നുണ്ട്. അപ്പം കമ്പൈൻ സ്റ്റഡിയിൽ ഭാഗമാവുന്ന ആളുകൾക്ക് എല്ലാവർക്കും പരസ്പരം മെറ്റീരിയൽസ് കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്